ഗായ്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ലവ്ലാൻഡിലായിട്ടാണ്. പൂവാറിൻ്റെ അടുത്തുള്ള ലവ്ലാൻഡിലാണ്. കണ്ടോ, നമ്മൾ പോകുന്നു. ഹലോ ഗായ്സ്, നമ്മൾ നടക്കുകയാണ്. സ്ഥലമെത്താറായെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ബോർഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. കേട്ടോ, ഇതുവഴി ഇങ്ങനെയാണ് നമ്മളിത് വരുന്നത്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകാം, അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുന്നു ലവ്ലാൻഡ്. ഇതാണ് ലവ്ലാൻഡ്. തുറകളാ, ഇതാണ് ലവ്ലാൻഡ്. അവൻ തുറക്കുകയാണ്. റെൻസിൻ പാടുപെട്ട് കഷ്ടപ്പെട്ട് തുറക്കുന്നു. അവിടെ ഒരു ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. സുഖമായിട്ട് നിൽക്കാനാണ്. ഇതാണ് ലവ്ലാൻഡ്. ഇതാണ് നമ്മുടെ ലവ്ലാൻഡ്. ലവ്ലാൻഡിൽ ആവശ്യം താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ശരി, നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇനി നമുക്ക് റൂം കാണിക്കാൻ പോവാം. വരും. ഇതാ കണ്ടോ, നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. നോക്കൂ, പുതിയതായിട്ട് വെച്ചത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണിത്. നമുക്ക് ആദ്യം AC റൂമാണ്. അവൻ തുറക്കുകയാണ്. അവൻ്റെ സ്വന്തം റിസോർട്ടാണ്. ഫ്രണ്ട്സിൻ്റെ സ്വന്തം റിസോർട്ട്. നമുക്ക് അകത്തോട്ട് കയറിപ്പോവാം. വരും. തുറന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്ഥലം. ഇത് വലിയ റൂമാണ്. അതിനെല്ലാം കൂടുതൽ വിവരങ്ങൾ നമ്മുടെ റെൻസിൻ പറയുന്നതായിരിക്കും. AC മാത്രമാണെന്ന് തോന്നുന്നു. നോക്കിയിട്ടില്ല. ഇതാക്കി ഈ ഫോട്ടോയൊക്കെ നമ്മൾ മേടിച്ചത്. TV ഉണ്ട്, ബെല്ലുണ്ട്, എല്ലാം ഉണ്ട്. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ നമുക്കിനി സംഭവം കാണിച്ചില്ല. ലൈറ്റ് വേറെ ലൈറ്റ് എത്തും മേളിലോട്ട് നോക്കൂ. ഓ എൻ്റെ മോനെ സീന് കണ്ടോ. ചിലതിൽ നമുക്ക് ഈ ലൈറ്റ് ആണെങ്കിൽ വേറെ കത്തും. കണ്ടോ, ഇപ്പൊ ഓരോ ലൈറ്റ് വേറെ വേറെയാണ്. നമുക്ക് നോർമൽ ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. റൂമിലെ പോലെ തന്നെ. പിന്നെ കൊതു പോകാൻ വേണ്ടി ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനി രണ്ടാമത്തെ റൂമിലോട്ട് പോവാം. വരൂ. നമുക്കിനി രണ്ടാമത്തെ ഹൗസിലോട്ട് കയറാം. സെക്കൻഡ് ഹൗസ് ഉണ്ട്. ഇവിടെ വൈഫൈ എല്ലാം ഉണ്ട്. ഇത് വൈഫൈ ഉണ്ട്. എന്താ സെക്കൻഡ് എഴുതിയിട്ടുണ്ട്. 2 AC-യും 2 നോ AC-യാണ്. കേട്ടല്ലോ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ റെൻസിൻ പറയുന്നതായിരിക്കും. പറയൂ. നേരത്തെ പോലെ തന്നെയാണ്. ലൈറ്റ് ഉണ്ട്, പക്ഷെ ഇത് മാത്രം ഒന്ന് മാറിയുള്ളൂ. എന്തിന്? ബെഡ്ഷീറ്റ്. ഫോട്ടോയ്ക്ക് അതേപോലെയൊക്കെ തന്നെ. ഇതും അതേപോലെ തന്നെ. TV. ഇതുണ്ട്. ഒരു കമ്പ്യൂട്ടർ ടേബിളാണ്. കമ്പ്യൂട്ടർ ടേബിളാണ്. ലാപ്ടോപ്പ് ഒക്കെ വെക്കാം. ബോട്ടിൽ വെള്ളം വെക്കും. TV ഉണ്ട്. ഇത് മറ്റേ ലൈറ്റ് മെഴുകുതിരി വെക്കാനുള്ള. ഇതാണ് മെഴുകുതിരി വെക്കാനുള്ള സാധനം. TV. ഇത് LED TV എന്നല്ല. അല്ലേ, പിന്നെ ഏതാ? ടിവിയുടെ പേര് അറിഞ്ഞൂടാ അവന്. കറണ്ട് ഇല്ല. വന്നു. സ്വിച്ച് ഏതൊക്കെയാ കയറി പുതുക്കി വെച്ച്. എവിടെ ഇരിക്കുന്നു സ്വിച്ചൊക്കെ? ഇതാണ്. ഇത് സ്വിച്ചാണ്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ അകത്തോട്ട്. കണ്ടാം. ഇവിടെ 2 സാധനങ്ങളുണ്ട്. ഒന്ന് ലൈറ്റ് ഉണ്ട്, ഒന്ന് ഫാനും ഉണ്ട്. വാ, കണ്ടോ, ഫാനാണിത്.
എവിടെയാണ് ഫാൻ? ഓ കണ്ടു. ലൈറ്റ് ഉണ്ട്. സെറ്റ് ഷവർ. എന്താ മോനെ സീന്. മേളൊക്കെ വന്നിട്ട് ചൂടാക്കുന്ന സാധനമാണ്. ഇതാണ് ചൂടാക്കുന്ന സാധനം. ഞാൻ ആളെ കാണിച്ച അവിടെ നമുക്കിനി മൂന്നാമത്തെ ഇതിലോട്ട് പോവാം. മൂന്നാമത്തെ ഹൗസിലോട്ട് നമുക്ക് ഇറങ്ങാം. അതും നമ്മുടെ ഫ്രണ്ട്സും. മൂന്നാമത്തെ ഹൗസിൽ പോകണം മുമ്പേ നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചൺ ഓപ്പൺ ആണ്. ഓപ്പൺ ചെയ്യുന്ന ഇതേപോലെയാണ് എല്ലാ സാധനവും ചെയ്യും. സ്റ്റൗ ഉണ്ട്. വാട്ടർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ അഴുക്ക് വെള്ളം പോവും. ഇത് അഴുക്ക് വെള്ളം പോകുന്നുള്ളതാണ്. പൈപ്പ് ഉണ്ട്. ഗ്ലാസ് വരെയുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഓ അങ്ങനെയൊക്കെയാണല്ലേ. പാട്ടും കേൾക്കാമല്ലോ. പാട്ടും കേൾക്കാം. ഇത് ഇവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് സ്വിച്ച്. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ഒരു ഇതാണ് ലൈറ്റ്. വൈകിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല വൈബായിരിക്കും. വൈകിട്ടിരിക്കും, സൂപ്പർ ആയിരിക്കും. പാട്ടൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഇത് വരും. നമുക്കിനി തേർഡ് റൂമിലോട്ട് പോവാം. നമുക്ക് പോവാം. വരും. നമുക്ക് നമ്മൾ മൂന്നാമത്തെ റൂമിലോട്ട് പോവുകയാണ്. എനിക്ക് ഏതാണ് ചാവി എന്നറിയില്ല. അതാ കൊക്കാക്കി ഇരിക്കുന്നുണ്ട്. മീനെ പിടിച്ച് തിന്നോണ്ടിരിക്കുകയാണ്. ഒരെണ്ണം മീൻ പിടിക്കാൻ വേണ്ടി നിന്നപ്പോ നമ്മള് കൊക്കിന്റെ ഇത് പൊട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മീനെ പിടിച്ച് കൊക്ക് പൊട്ടിക്കാണ്. ഹലോ, ഇതാണ് നമ്മളെ കരയിലോടുന്ന ഡോൾഫിൻ. വെള്ള മയിലൊക്കെ ഇവിടെ വരുന്നില്ല. നമ്മൾ വളർത്തു മയിലാണ്. എങ്ങനെ പൊട്ടുമെന്ന് എനിക്കറിയില്ല. ഇവൻ മൂന്നാമത്തെ വാതിൽ തുറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പം അങ്ങനെ തുറന്നിരിക്കുന്നു. നമുക്ക് അകത്തോട്ട് കയറി വിശേഷങ്ങൾ അറിയാം. ഇതിന് കൂളറാണിത്. ഇത് AC കൂളറാണ്. നമുക്ക് ഈ ചൂട് സമയമല്ല. അപ്പം ഇത് റിമോട്ട് ഫാനാണ്. റിമോട്ട് വെച്ചും യൂസ് ചെയ്യാൻ പറ്റും. ഇതിവിടെ സ്വിച്ച് ഉണ്ട്. നമ്മുടെ കൂളർ. നമ്മുടെ റെൻസിന്റെ റിസോർട്ട് പൊളിയാണ്. നമ്മുടെ റിമോട്ട് വെച്ചുള്ള ഫാനാണ്. ഇനി നല്ല നല്ല പടങ്ങളുണ്ട്. അതിന് നമ്മൾ അലമാരയ്ക്ക് പകരമാണ്. തൂക്കിയിടാൻ പറ്റിയ ഒരു ടേബിൾ ഉണ്ട്. കണ്ണാടി ഉണ്ട്. രണ്ട് കസാര ഉണ്ട്. ഇനി നമുക്ക് നാലാമത്തേലോട്ട് പോകാം. ടേബിൾ കണ്ടല്ലോ. അതിന് നമുക്ക് നാലാമത്തേലോട്ട് പോകാം. 4 റൂമുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ റൂമിലോട്ട് പോകാം. റിസോർട്ട്. അവൻ തുറക്കുകയാണ് ഗായ്സ്. അവൻ തുറന്നിരിക്കുന്നു. ഇത് അവൻ്റെ സ്വന്തം റിസോർട്ടിലാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇവിടെ കൂളർ ഇല്ലേ അല്ലേ? നാലാമത്തേല് കൂളർ AC ഇല്ല അല്ലേ? ഇവിടെ ഒരു പടം തന്നെ ഉണ്ട്. ഈ മിനറൽ പക്ഷേ ഒന്നും ആയിരിക്കില്ല. ലൈറ്റ് ലൈറ്റ് ഇത് മഞ്ഞ ലൈറ്റാണ്. എനിക്ക് അറിയില്ല. അതായിരുന്നു കൊച്ചു പണിയുണ്ട്. കൊച്ചുകുട്ടി ഇനി ഇവിടെ 4 റൂംസ് മാത്രം തന്നെ ഉണ്ട്. ഇതാകെ 4 റൂമേ ഉള്ളൂ. ക്യാമറയ്ക്ക് വേണ്ടി ഒരു കൂട്ടുന്ന ആൾ വന്നതാണ്. ടാറ്റോ. ആളൊക്കെയാടാ. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് നമ്മുടെ ലവ് ലാൻഡ്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യാം. കണ്ടോ,
ലവ് ലാൻഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാർ പാർക്കിംഗ്. ഇവിടെ ഇത്രയും നല്ല വിശാലമായി പരന്നു കിടക്കുന്ന സ്ഥലം. ഇനി നമുക്ക് തിരിച്ചു പോകാം. നമുക്കിനി തിരിച്ചു പോകാം. വരും. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.